IPL ചെന്നൈ കൊൽക്കത്ത മത്സരത്തിനിടെ ബോംബ് ഭീഷണി. ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ ഇമെയിലിലേക്കാണ് ഭീഷണി എത്തിയത്. മത്സരത്തിൽ ചെന്നൈ 2 വിക്കറ്റിന് ജയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട്. ഖിലാഫ്, നേരത്തെ ധരംശാലയിലെ മത്സരവേദി മാറ്റിവെച്ചിരുന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ബോംബ് ഭീഷണിയുടെ വാർത്തയാണ് IPL നേരെ വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൗതം, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഔദ്യോഗിക മെയിൽ ഐഡിയിലേക്ക് ബോംബ് ഭീഷണി വരുന്നത്. എന്നാൽ ഇത് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. ഈ ബോംബ് ഭീഷണി വന്നപ്പോൾ തന്നെ കൊൽക്കത്ത പോലീസിനെ അറിയിക്കുകയും ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ ഈഡൻ ഗാർഡൻസിലേക്ക് ശക്തമായ സുരക്ഷ ഒരുക്കുകയും ചെയ്തിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പല കോണിൽ നിന്നും ഇന്ന് ഭീഷണി ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ഈ ഒരു മെയിലിനെ അതിനായിട്ട് തന്നെ കാര്യമായി തന്നെ അന്വേഷിക്കുകയാണ് ബംഗാൾ പോലീസും കൂടി. മത്സരത്തിലേക്ക് വന്നാൽ ഇന്ന് ചെന്നൈ ആശ്വാസ ജയം നേടിയിരിക്കുകയാണ്. 2 വിക്കറ്റിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തോൽപ്പിച്ചത്. 179 പിന്തുടർന്ന ചെന്നൈ 2 ബോൾ ശേഷിക്കെയാണ് ചെന്നൈ ഈ 180 റൺസ് മറികടന്നത്. ചെന്നൈക്ക് ഡെവൽ ബ്രീസിന്റെ ഉജ്ജ്വലമായ അർദ്ധ സെഞ്ചുറിയുമാണ് കരുത്തായത്. അവസാന നിമിഷങ്ങളിൽ ധോണി ഒരു സിക്സർ അടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. 17 റൺസുമായി പുറത്താകാൻ നിന്നു MS ധോണി. നേരത്തെ അജിങ്ക്യ രഹാനെയുടെയും ആന്ധ്ര എസ്എലുടെയും മനീഷ് പാണ്ഡെയുടെ ഇന്നിംഗ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 179 റൺസിലേക്ക് എത്തിച്ചത്. പിന്നെ അതേപോലെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നൂർ അഹമ്മദിന്റെ മികച്ച ബോളിംഗ് പ്രകടനവും ചെന്നൈക്ക് നിർണായകമായി. 4 വിക്കറ്റുകളാണ് നൂർ അഹമ്മദ് ഈ മത്സരത്തിൽ എടുത്തത്. ഗൗതം, ഖിലാഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.